Hi friends, thank you for joining. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ കഴിഞ്ഞ കുറെ നാളുകളായി ദൈവത്തെ സംബന്ധിക്കുന്ന സംവാദങ്ങൾ ചൂടുപിടിച്ചു. ത്രിയേകത്വം, ഏകത്വം, യേശുനാമം, ഇങ്ങനെ പല വിഭാഗങ്ങളായിട്ട് പെന്തക്കോസ്തുകാരെ തിരിഞ്ഞിട്ടുണ്ട്. ചിലർ അങ്ങനെയും മറ്റു ചിലർ ഇങ്ങനെയും ആർത്തു വിളിച്ചു എന്ന് പറയുന്നത് പോലെ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംവാദമായിരുന്നു വന്നസ് വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയുമായി അനിൽക്കുടത്തോട്ടം നടത്തിയ ഒരു സംവാദം. അതിൽ അനിൽക്കുടത്തോട്ടത്തിന്റെ പക്ഷം വളരെ ദയനീയമായി തങ്ങളുടെ വാദങ്ങൾ തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇപ്പോ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഒരു പുതിയ ആഭിമുഖ്യം ഉണ്ടായിരിക്കുകയാണ്. നിക്കിയ സുന്നഹദോസ്, കോൺസ്റ്റാന്റിനോപ്പിൾ സുന്നഹദോസ്, ഇപ്പൊ അതേക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ അവർ തെളിയിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ അവർ പറയുന്നത്, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ബൈബിള് ഞങ്ങൾക്ക് തന്നത് ഓർത്തഡോക്സുകാരല്ല, ബൈബിള് ഞങ്ങൾക്ക് തന്നത് കത്തോലിക്കരല്ല, ബൈബിൾ ഞങ്ങൾക്ക് മറ്റൊരു രീതിയിൽ കിട്ടിയതാണ്. ഇപ്പോൾ അവർ പുതുതായിട്ട് അവകാശപ്പെടുന്നതാണ് നിക്കിയ സുന്നഹദോസ് പാരമ്പര്യ സഭകളുടേതല്ല, അത് ഇവർക്ക് കൂടെ അവകാശപ്പെട്ടാണ്. ഇപ്പൊ അവര് നിക്കിയ സുന്നഹദോസിന്റെ വിധത്തിൽ ഇനി നിക്കിയ സുന്നഹദോസിൽ പങ്കെടുത്ത പാസ്റ്റർമാരുടെ പേരൊക്കെ ഉടനെ അവര് പ്രസിദ്ധപ്പെടുത്തും. വളരെ തമാശ, നിങ്ങൾ ശ്രദ്ധിക്കാം. അവസാനിപ്പിക്കുന്ന എങ്ങനെയാ? ഭാവി പ്രത്യാശയിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസം കൂടിയാണ്. അവിടെ പറയുന്നുണ്ട്, അവർ ലോർഡ് വിൽ കം, മാറാനാഥ, യേശു വരുന്നു. ഇതെല്ലാം വിശ്വാസ പ്രഖ്യാപനങ്ങളായിരുന്നു. അപ്പോൾ പ്രധാനമായി പീഡനം, ബാപ്റ്റിസം, വർഷിപ്പ്, ഈ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസ പ്രഖ്യാപനം അവര് ഉയർത്തിപ്പിടിച്ചത്. ഇതിന്റെ ഒരു എലാബറേറ്റഡ് കൺഫെഷൻസ് ആണ് പിന്നീടുള്ള വിശ്വാസ പ്രഖ്യാപനങ്ങളിലൂടെ നാം കാണുന്നത്. ട്രാൻസ്മിറ്റഡ് ട്രഡീഷൻ ഒക്കെ നമ്മൾ പറയും. അത് എനിക്ക് ഏറ്റവും വളരെ താല്പര്യം തോന്നിയ വാക്യമാണ് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ് പറയുന്നതാ, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി അവിടെ AD 325 കുറച്ച് ബിഷപ്പുമാര് കൂടിയിരുന്നു. അല്ലെങ്കിൽ അറീസ് ഒരു ഡിബേറ്റ് മുന്നോട്ട് വെച്ചു. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് അത്തനാക്ഷ്യസ് രംഗത്ത് വന്ന് ആ തർക്കത്തിനിടയിൽ കണ്ടുപിടിച്ച ഒരു ശാസ്ത്രീയ കണ്ടുപിടുത്തമാണ് ട്രിനിറ്റേറിയൻ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രബന്ധം എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല. അതിന് മുന്നോട്ട് സഭ നിരന്തരമായി ചർച്ച ചെയ്ത വിശ്വാസ പ്രമാണത്തിന്റെ സംഹിത. ആര് നിരന്തരമായി ചർച്ച ചെയ്തു? സഭ നിരന്തരമായി ചർച്ച ചെയ്തു. അത് കറക്റ്റാണ്. സഭയുടെ വിശ്വാസമാണ്, ഈ പെട്ടിക്കടയുടെ അല്ല. പെന്തക്കോസ്തുകാർക്ക് ഇത് പറയാൻ എന്താണ് കാര്യമിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ വിശ്വാസം പ്രമാണം ഉണ്ടാക്കുകയും ത്യാഗം സഹിക്കുകയും അതിനുവേണ്ടി ജീവൻ ബലി കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു സഭ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ അതിൽ നിന്ന് മാറി നിന്ന് വ്യക്തമായ വിശ്വാസം നിർവചിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ അതിൽ നിന്ന് വേർപെട്ട് നിങ്ങൾ അപ്പുറത്ത് പോയി നിന്ന് ഈ ആളുകളെ കൺഫ്യൂസ്ഡ് ചെയ്ത് അത്രയും കൊണ്ടുപോയി ഇനിയിപ്പോ വിശ്വാസം നിങ്ങൾ പുതുതായിട്ട് ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഇവരുടെ ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോസ്തലിക സഭകളിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള കൾട്ട് ഗ്രൂപ്പുകളിൽ പോയിട്ടുള്ളവർക്ക് സംഭവിച്ചിരിക്കുന്ന അബദ്ധം എത്ര വലുതാണെന്ന് നോക്ക്. ദയനീയ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഉയർന്നു വന്ന സംവാദങ്ങളുടെ ഒരു ക്രോഡീകരണ രൂപം. എന്താണോ അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞത്, എന്താണോ യേശു ക്രിസ്തു പറഞ്ഞത്, എന്താണോ പൗലോസ് തന്റെ പൊളൈൻ ക്രിസ്റ്റോളജിയിൽ പറഞ്ഞത്, എന്താണോ യോഹന്നാൻ തന്റെ സുവിശേഷത്തിലും തന്റെ ലേഖനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും ക്രിസ്തുവിനെ കുറിച്ച് തന്റെ ജോണൽ ലിറ്ററേച്ചറിൽ പറഞ്ഞത്, ഇത് തന്നെയാണ്, അതിന്റെ ക്രോഡീകരണം തന്നെയാണ്. വ്യക്തമായി നമ്മളത് മനസ്സിലാകുന്നുണ്ട്. പ്രാർത്ഥനയിലും രോഗികളെ സൗഖ്യമാക്കുന്ന പ്രാർത്ഥനകളിലും ഒക്കെ യേശു ക്രിസ്തു ദൈവത്തിനൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പറയുന്നു. ഭൂതങ്ങളെ പുറത്താക്കുമ്പോഴൊക്കെ വ്യക്തമായി അത് പറഞ്ഞിരുന്നു. ആ രീതിയിൽ 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പിതാവും പുത്രനുമായിട്ടുള്ള ആ വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ച്, ആ സൃഷ്ടിപ്പിന്റെ പങ്കാളിത്തം തന്നെ ആരെന്ന് പറയുന്നു. എന്താണ് നടന്നിട്ടുള്ള ക്രിസ്റ്റോളജിക്കൽ കോൺട്രവേഴ്സീസ്, നടന്നിട്ടുള്ള ക്രിസ്റ്റോളജിക്കൽ ഡിബേറ്റ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു ആരെ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ്. യേശു ക്രിസ്തു ആരെ എന്നുള്ള ചോദ്യത്തിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ ആളത്വത്തെ സംബന്ധിച്ച ഡിബേറ്റുകളായിരുന്നു കൗൺസിൽ നടന്ന ക്രിസ്റ്റോളജിക്കൽ ഡിബേറ്റുകൾ. അതുകൊണ്ട് യേശു തന്നെയാണ് ഈ ചിന്ത പബ്ലിക് ഇടയിലേക്ക് വെക്കുന്നത്.
മത്തായി 16:15, മത്തായി 22 സുവിശേഷങ്ങളിലെല്ലാം വളരെ പ്രകടമായി നിന്ന ചർച്ചകളുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളുടെ ഒരു ക്രോഡീകരണവും അതിന്റെ ചർച്ചയുമായിരുന്നു കൗൺസിലിൽ നടന്നത്. വളരെ വ്യക്തമായി തന്നെ കൗൺസിലിൽ നടന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോ അടുത്ത ചോദ്യം ഇതാണ്, നിക്കിയ സുന്നോദോസിൽ നടന്ന കാര്യങ്ങളൊക്കെ ജെയ്സ് പാണ്ഡ്രാഡ് അംഗീകരിക്കുന്നുണ്ടോ? അപ്പം നിക്കിയ സുന്നോദോസ് അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം എന്നീ 3 സഭകളാണ് നടത്തിയത്. അന്ന് ഭൂമിയിൽ 3 സഭകളേ ഉള്ളൂ ക്രിസ്തീയ ലോകത്ത്. അപ്പൊ ആ സഭകളിൽ ഏതെങ്കിലും ഒന്നിനോട് യോജിച്ച് വേണ്ടേ നിൽക്കാൻ? അതല്ലേ യഥാർത്ഥ സഭ. ഇപ്പൊ അതിൽ നിന്ന് വിഘടിച്ച് മാറി അതിനെ എതിർക്കുകയും അതിൽ നിന്ന് ആളുകളെ അടർത്തി മാറ്റുകയും ആ സഭയെ ശിഥിലീകരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിരന്തരമായി ഏർപ്പെടുകയും ചെയ്തിട്ട് ഈ സുന്നോദോസിനെ പറ്റി പറയുവാൻ നിങ്ങൾക്ക് എന്താണ് കാര്യം? നീ അടുത്തത് നോക്കുക. ഒരു ബിബ്ലിക്കൽ ബേസിൽ നിന്നാണ് ജെയ്സ് പാണ്ഡ്രാഡ് പാസ്റ്റർ സംസാരിച്ചത്. കാരണം ഈ ക്രീഡ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് മുതൽ അതിനൊരു ബിബ്ലിക്കൽ ബേസ് ഉണ്ട് എന്നുള്ളത് വളരെ വിശദമായിട്ട് ജെയ്സ് പാസ്റ്റർ സംസാരിക്കുകയുണ്ടായി. കാരണം ഈ വിശ്വാസ പ്രമാണം, വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ അതിനെവിടെയാണ് ബൈബിൾ ബേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേമ പ്രഖ്യാപനം മുതൽ ഇങ്ങോട്ട് വിശ്വാസ പ്രമാണങ്ങളുടെ ഒരു ചരിത്രം തന്നെയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്ന. വളരെ വ്യക്തമായിട്ട് ജെയ്സ് പാണ്ഡ്രാഡ് പാസ്റ്റർ വിശദീകരിക്കുകയുണ്ടായി. ഞാൻ അടുത്തായിട്ട് റോബിൻ ബ്രദറിലേക്ക് പോവാണ്. റോബിൻ ബ്രദറിലേക്ക് പോകുമ്പോൾ ഇതിന്റെ അകത്ത് പൊതു എത്രയോ ആൾക്കാർ അതിനെപ്പറ്റി ചോദിച്ചു, നിങ്ങൾ പാരമ്പര്യം തിരികെ കൊണ്ടുവരികയാണെന്നുള്ള രീതിയിലൊക്കെ പല ആൾക്കാരും സംസാരിച്ചു. അപ്പൊ ആൾക്കാർക്കെല്ലാം പൊതുവെ ഉള്ളൊരു, നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാർക്ക് പൊതുവെ ഉള്ളൊരു ധാരണയായി ഈ നിത്യ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ സംഭാവനയാണെന്നുള്ളത്. അത് അങ്ങനെയല്ല എന്നുള്ളത് അവർ രണ്ടുപേരും വ്യക്തമായിട്ട് വിശദീകരിച്ചു കഴിഞ്ഞു. കാരണം അവര് നിത്യാവിശ്വാസ പ്രമാണം എന്നുള്ള ആ ഒരു പ്രമാണമാക്കി എഴുതാനുള്ള കാരണം അന്ന് നിലവിൽ വന്ന ദുരുപദേശങ്ങൾക്കെതിരെ അവരുടെ വിശ്വാസം എന്തെന്ന് പ്രൊക്ലെയിം ചെയ്യേണ്ട ആവശ്യം വന്നപ്പോൾ അത് അങ്ങനെയാണ് അവരൊരു രേഖയാക്കി കൊണ്ടുവരുന്നത്. അതായത് അവര് വിശ്വസിച്ചിരുന്നതിനാണ് അവര് പ്രൊക്ലെയിം ചെയ്യുന്നത്, അല്ലാതെ പുതിയ ഒന്നാണ് ഉണ്ടാക്കിയെടുക്കുകയല്ല. അപ്പം അവർ വിശ്വസിച്ചിരുന്നതിനെയാണ് അവർ പ്രൊക്ലെയിം ചെയ്തത്. അവർ പുതിയ ഒന്നിനെ ഉണ്ടാക്കിയെടുക്കുകയല്ലായിരുന്നു. റോബിൻ എന്ന് പറഞ്ഞ ഒരാള്, അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തുടർന്ന് ആദിമ സഭാപിതാക്കന്മാരുടെ ഉദ്ധരണികളിൽ നിന്ന് തൃത്വം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഉദ്ധരണികളൊക്കെ ഉണ്ട്. പോളികാർപ്പിന്റെ, ജസ്റ്റിൻ മാർട്ടിയറിന്റെ ഒക്കെ ഉദ്ധരണികളൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പൊ പെന്തക്കോസ്തുകാർക്ക് മനസ്സിലായി ബൈബിൾ കൊണ്ട് മാത്രം കാര്യമില്ല, പാരമ്പര്യവും കൂടെ വേണം എന്നവർക്ക് മനസ്സിലായി. ഇതാണ് ഇത്ര നാൾ നമ്മൾ നടത്തിയ ആ പ്രചരണങ്ങൾ കൊണ്ട് ഫൈനലി അവരെത്തിയിരിക്കുന്ന കൺക്ലൂഷനിൽ അവർക്ക് മനസ്സിലായി. അവരിപ്പോ പാരമ്പര്യം എടുക്കുകയാണ്. നിങ്ങൾ കേൾക്കുക, പെന്തക്കോസ്തുകാർ 4 പേരിരുന്ന് പറയുന്നത് ഇത് കേട്ടെ. ബൈബിളിൽ നിന്നുള്ള വിശദീകരണം ജെയ്സ് പാസ്റ്റർ വളരെ വ്യക്തമായിട്ട് നൽകി കഴിഞ്ഞു. ഇപ്പം നമ്മൾ അതിന് ശേഷം നോക്കുവാണെങ്കിൽ നമ്മൾ അപ്പസ്തലനായ യോഹന്നാന്റെ ശിഷ്യനാണ് നമ്മൾ പോളികാർപ്പ് എന്ന് പറയുന്നത്. പോളികാർപ്പ് തന്നെ രക്തസാക്ഷിത്വം എന്ന ലേഖനത്തിൽ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നിന്റെ പ്രിയ പുത്രനായ നിത്യനും സ്വർഗീയനുമായ യേശുക്രിസ്തുവിനും പരിശുദ്ധാത്മാവിനുമൊപ്പം ഞാൻ നിന്നെ എല്ലാ കാര്യത്തിലും സ്തുതിക്കുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, ഞാൻ നിന്നെ മക്കളും വരുംകാലമൊക്കെ മഹത്വം ഉണ്ടാകട്ടെ, ആമേ. ഇത് യോഹന്നാനിന്റെ നേരിട്ടുള്ള ശിഷ്യനായ പോളികാർപ്പ് പറയുന്ന കാര്യമാണ്. ഇപ്പൊ പോളികാർപ്പ് ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാ? 1-ാം നൂറ്റാണ്ടിന്റെ അവസാനം 2-ാം നൂറ്റാണ്ടിന്റെ ആദ്യ സമയത്തുമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. നിക്കിയ സുന്നോദോസ് നടക്കുന്ന AD 325. ജസ്റ്റിൻ മാർട്ടിൻ പറഞ്ഞൊരു കാര്യം, അവനെയും പുത്രനെയും പ്രവചനാത്മാവിനെയും ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ജസ്റ്റിൻ മാർട്ടിൻ ഫസ്റ്റ് അപ്പോളജി ചാപ്റ്റർ 6 പറയുന്ന കാര്യം ജസ്റ്റിൻ മാർട്ടിന്റെ. അപ്പൊ ബർണബാസിന്റെ ഒരു ലേഖനമുണ്ട്, AD 70 ബർണബാസിന്റെ ഒരു ലേഖനം. അതിനകത്ത് പറയുന്നത്, നമ്മെ സംബന്ധിച്ച് തിരുവെഴുത്ത് പറയുന്നു, അവൻ പുത്രനോട് സംസാരിക്കുമ്പോൾ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. എപ്പിസ്റ്റൽ ഓഫ് ബർണബാസ് ചാപ്റ്റർ 6 പറയുന്നതായി. അതുപോലെ തെർത്തുല്യൻ അവിടുന്ന് പിതാവിൽ നിന്ന് തന്റെ വാഗ്ദാനം അനുസരിച്ച് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്തെ പവിത്രീകരിക്കുന്നവനായ സഹായകനായ പരിശുദ്ധാത്മാവിനെ അയച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് ഗ്ലോറിയസ് ഗോസ്പലിന്റെ വിജയം. കണ്ടോ മക്കൾ, കണ്ടോ? പെന്തക്കോസ്തുകാരിന്ന് പിതാക്കന്മാരുടെ ഉദ്ധരണി എടുക്കുന്നു. ഇവരെ കൊണ്ട് അത് എടുപ്പിച്ചു. നമ്മൾ ബൈബിള് മാത്രം മതി എന്ന് പറഞ്ഞ് പിള്ളേര് പോളികാർപ്പസ്, ജസ്റ്റിൻ മാർട്ടിയറെ, തെർത്തുല്യനെ, ഓറിഗണ്, അത്തനാഷ്യസ്, ബെസേലിയോസ്, ഗ്രിഗോറിയോസ്, ക്ലീമീസ്, അന്തിമോസ്, ഇവാനിയോസ്, കുറിലോസ്, പോരട്ടെ.
നിങ്ങൾ കാണ്, ഇത് കാണ്, കണ്ട് നല്ലപോലെ കാണും. അതുപോലെ ഏകത്വം തൃത്വത്തിലാണ് ക്രമീകരണമായിരിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് തെർത്തുല്യം പറയുന്നത്. അതുപോലെ ക്ലെമന്റ് പറയുന്നു, ഓ മൗതിക വിസ്മയം, ഏവരുടെയും ക്ലമന്റ് കുമ്പനാട്ട പാസ്റ്റ ക്ലമന്റ്. പിതാവ് ഏകനാണ്, സാർവത്രിക വചനവും ഏകൻ തന്നെ, എല്ലായിടത്തും ഒന്ന് തന്നെ, ആ പരിശുദ്ധാത്മാവും ഏകനാണ്. അദ്ദേഹത്തിന്റെ അധ്യാപനം എന്നൊരു ലെറ്ററിൽ 1-ാം അധ്യായത്തിൽ 6-ാം വാക്യം. അതുപോലെ ഐറേനിസ്, എന്തെന്നാൽ വചനവും ജ്ഞാനവും, ഷാരോന്റെ പാസ്റ്റ ഐറേനിയസ്, ന്യൂഇന്ത്യ ചർച്ചോക്ക്. എന്തെന്നാൽ വചനവും ആത്മാവും എപ്പോഴും അവിടുത്തോടൊപ്പം ഉണ്ട്, അവരിലൂടെയും അവരിലുമാണ് അവിടുന്ന് സകലതും സ്വതന്ത്രമായും സ്വയം പ്രേരിതമായും സൃഷ്ടിച്ചത്. അവരോടാണ് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് അവിടുന്ന് പറഞ്ഞത്. പാഷാണ്ഡകൾക്കെതിരെ 4-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. അതുപോലെ ജസ്റ്റിൻ പറയുന്നത്, എന്തെന്നാൽ എല്ലാവരുടെയും പിതാവും കർത്താവുമായ ദൈവത്തിന്റെയും നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. സ്നാനത്തെക്കുറിച്ചുള്ള ജസ്റ്റിൻ മാർട്ടിയുടെ കമന്റാണ് അത്. പ്രഥമ ന്യായീകരണം 61-ാം അധ്യായത്തിലെ കമന്റ്. അപ്പൊ ഇത് ബൈബിളികമായിട്ടുള്ള കാര്യങ്ങൾ പാസ്റ്റ് വിശദീകരിച്ചു. അതിനുശേഷം വരുന്ന ആ സഭാപിതാക്കന്മാരും കൃത്വവിശ്വാസമാണ് പ്രൊക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെതിരെ ഈ യഹൂദരിൽ നിന്നും മാറി ഈ വിജാതിരിയിൽ നിന്നും ആൾക്കാർ സഭയിലേക്ക് അംഗമാകുന്നതും കൂടി ഉപദേശങ്ങളെ കുറിച്ചും അതിൽ ഏറ്റവും പ്രധാനം യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം, അതിനെ കുറിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ. ഏത് സഭ അങ്ങനെ സഭയാകുന്നേ? അത് പിശാചിന്റെ കൂടാണെന്ന് പറഞ്ഞല്ലേ അവിടെ നാളെ മാറ്റുന്നു. പിശാചിന്റെ കൂടാണെന്ന് പറഞ്ഞാണല്ലോ അവിടെ നീ പെന്തക്കോസിലോട്ടുണ്ട്. ഇപ്പൊ സഭ എന്ന് പറയുന്നത് ഏത് സഭ? എടാ നിന്റെ സഭ 1906 ഈ വില്യം സൈമൂർ എന്ന് പറഞ്ഞ കർമ്മൻ ഉണ്ടാക്കിയതല്ലേ. അതിനുമുമ്പ് സഭയില്ലല്ലോ. അനുദപിക്കടാ പിള്ളേരെ, അനുദപിക്ക്, മാനസാന്തരപ്പെട്, ഏറ്റുപറയും, കുറ്റസമ്മതം നടത്ത്. ഇപ്പൊ എന്നാലും വരുമാനമൊക്കെ കുറഞ്ഞല്ലോ ഈ ലോക്ക്ഡൌൺ വന്നുകൊണ്ട്. ഇനിയെങ്കിലും ദുർലാഭങ്ങളൊക്കെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടാനുള്ള സമയമാണ്. കർത്താവിലേക്ക് തിരിഞ്ഞിട്ട് ഏറ്റു പറ, കർത്താവിന്റെ സഭയ്ക്കെതിരെ ഞങ്ങൾ ദ്രോഹം ചെയ്തു, ഞങ്ങൾ വലിയ തെറ്റാണ് ചെയ്തത്, മിയാ കുൾപ്പ മാക്സിമ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുക, എന്റെ പിഴയാണ്. ദുരുപദേശങ്ങൾ ഉണ്ടായി വന്നത് ആ സമയത്താണ് അറിയോസിന്റെ ദുരുപദേശം വരുന്നത്. പിന്നെ ഈ നമ്മൾ നിത്യാവിശ്വാസ പ്രമാണത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത്, അതായത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നൊരു ചെറിയൊരു സംബോധന മാത്രമേ പറയുന്നത്. കാരണം അതിർക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായ ബോധം ഉണ്ടായിരുന്നു. ഞാനിപ്പോ വായിച്ച ആ സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിലെല്ലാം പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനോടും ഒപ്പം സ്തുതിക്കപ്പെടുന്നവനാണെന്നുള്ള ബോധം അവർക്കുണ്ടായിരുന്നു. പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ സിനോസിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വിശദീകരിക്കാനുള്ള ഒരു കാരണം മാസിഡോണിയസം എന്നൊരു ദുരുപദേശം ഈ കാലയളവിൽ അറിയോസിന് ശേഷം വന്നിരുന്നു. അതായത് പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെയും ദൈവത്വത്തെയും നിഷേധിച്ചുകൊണ്ട് മാസിഡോണിയസം എന്നൊരു ദുരുപദേശം വന്നതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സിനോസിലെ പരിശുദ്ധാത്മാവിന്റെ കൂടി കൂടുതൽ ആഡ് ചെയ്ത് അവരുടെ വിശ്വാസത്തെ പ്രഖ്യാപിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെ. ഇതിന്റെ അകത്ത് ഈ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇപ്പൊ ബ്രദർ പറഞ്ഞതുപോലെ ഈ നിക്കാസനദോസിന് മുൻപ് തന്നെ യേശുക്രിസ്തുവിന്റെ ദൈവത്വം, പിതാവത്വം, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വ്യക്തമായിട്ട് അത് പ്രഖ്യാപിക്കപ്പെടുകയും വിശ്വസിക്കപ്പെടുകയും അത് പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈജിപ്തിലെ ഓക്സറിക്കസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ധാരാളം കയ്യെഴുത്ത് പ്രതികൾ ലഭിച്ചിട്ടുള്ള ചരിത്രം ചിലർക്ക് അറിയാമായിരിക്കും. ഈ കഴിഞ്ഞ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തില് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ചില റിസർച്ചേഴ്സ് അവിടെ പോവുകയും ഒരുപാട് കയ്യെഴുത്ത് പ്രതികൾ, ക്രിസ്ത്യാനികളുടെയും അല്ലാത്തതുമായ ധാരാളം കയ്യെഴുത്ത് പ്രതികൾ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ക്രിസ്ത്യാനികളുടെ ഏറ്റവും പഴയ പാട്ട് ക്ലിയർ കട്ടായിട്ടുള്ള ഏറ്റവും പഴയ പാട്ടിന്റെ ഒരു രേഖ കിട്ടിയിരിക്കുന്ന ഓക്സറിങ്കസ് ഗീതം എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ അകത്ത് വളരെ കൃത്യമായിട്ട് അതിന്റെ ഇംഗ്ലീഷിലുള്ള ഭാഗം ഞാൻ വായിക്കാം. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ, അതായത് ഈ 4-ാം നൂറ്റാണ്ടിലാണ് ഈ പറയുന്ന സൂനോദോസ് നടക്കുന്നത്. 325-ലാണ് സൂനോദോസ് നടക്കുന്നത്, 4-ാം നൂറ്റാണ്ടിലാണ്. അതിനു മുൻപ്, അതായത് ഈ 3-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഈ ഗീതത്തിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ടുഗദർ ഓൾ ദ എമിനന്റ് വൺസ് ഓഫ് ഗോഡ്, നൈറ്റ് നോട്ട് ഡേ ലെറ്റ് ദം ബി സൈലന്റ്, ലെറ്റ് ദ ലൂമിനസ് സ്റ്റാർസ് നോട്ട്, ലെറ്റ് ദ റഷിംഗ് ഓഫ് വിൻഡ്സ്, ദ സോഴ്സ് ഓഫ് ഓൾ സർജിങ് റിവേഴ്സ് വൈൽ ബി ഹിം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3-ാം നൂറ്റാണ്ടിലൊരു പാട്ട് ഡെനീഷിരുന്ന് വായിക്കും. തീ പോലെ ഇറങ്ങണമേ പോരെ, അല്ല നല്ലത്. ഈ 3-ാം നൂറ്റാണ്ടിലെ പാട്ട് എന്തിനാടാ ഡെനീഷെ വെറുതെ വായിച്ച് മെനക്കെടുന്നു? അയലത്തെ വീട്ടിലെ കുട്ടപ്പൻ ചേട്ടനും
കഷ്ടത്തിലായിപ്പോയി, മൊട്ടക്കച്ചോടത്തിൽ നഷ്ടം വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി. പിന്നത്തേതിൽ മുട്ടയോംലെറ്റാക്കി തട്ടുകടയിൽ വിറ്റു തീർത്തു. കണ്ടോ? അങ്ങനെ നമുക്ക് വലിയ ലാഭം ഉണ്ടായി. കുട്ടമ്മ ചേട്ടനെ ഇത്രത്തോളം സഹായിച്ച കർത്താവിനെ സ്തുതിക്കാം. ഈ തിയോളജി അല്ലേ പെന്തക്കോസ്തിന്റെ തിയോളജി. ഇത്രയല്ലേ ഉള്ളൂ. എന്ത് പിതൃപുത്ര പരിശുദ്ധാത്മാവ്, എന്ത് തൃത്വം. ഈ വൈകിയ വേളയില് അവർ വൈകിയ പൊടി തട്ടിയെടുക്കുക. പിതാക്കന്മാരെ പൊടി തട്ടിയെടുക്കുന്നു. കുഴപ്പമില്ല, നല്ല കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. നമ്മൾ പാരമ്പര്യത്തെ തള്ളിപ്പറയുന്നവർക്ക് വരുന്ന ഗതികേട് അവസാനം വന്നസ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു വനിതയുടെ മുമ്പിൽ ഇവർ ദയനീയമായി പരാജയപ്പെട്ടു. ഒള്ളി ബൈബിളുമായിട്ട് പോയതാ. ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ബൈബിൾ മാത്രമായിട്ട് പോയി. 7 കണ്ടം വഴി ഓടേണ്ടി വന്നു. അണ്ണന്മാരെല്ലാം കൂടി 7 കണ്ടം വഴി ഓടിയിട്ട് ഇപ്പൊ അവസാനം വന്നിച്ച് പിതാക്കന്മാർ. എന്ത് പിതാക്കന്മാർ? ഇതൊക്കെ പിശാച് പിടിച്ചവന്മാരല്ലേ ഈ പിതാക്കന്മാര്. അത്താനാസ്യോസ്, ബെസേലിയോസ്. നിങ്ങൾ കാണുക പെന്തക്കോസിന്റെ ദുരന്തം. നിങ്ങൾ കാണുക ഇതാണ്. അതുകൊണ്ട് ആ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ഈ ലോക്ക്ഡൌൺ കഴിയുന്ന മുറയ്ക്ക് നിങ്ങളുടെ ഇടവ പള്ളിയിൽ പോവുക. അവിടെ എന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കുക. ക്ഷമയാണെങ്കിൽ ക്ഷമ, മാപ്പാണെങ്കിൽ മാപ്പ്. എങ്ങനെ പള്ളി ചേരുക, അതാണ് കറക്റ്റ്. ഇതേ നോക്ക്, ഇവന്റെയൊക്കെ അടുത്ത് ഇത് രക്ഷപ്പെട്ടു. പാട്ട് പാടുമ്പോൾ ഈ പ്രപഞ്ചവും ഈ സകലതും ഈ നദികളും കാറ്റും എല്ലാം നിശബ്ദമാകട്ടെ എന്നാണ് ആ പാട്ടിൽ ആരംഭിക്കുന്നത്. അടുത്ത വരി പറയുന്നത് ഫാദർ ആൻഡ് സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ലെറ്റ് ഓൾ ദ പവേഴ്സ് ആൻസർ ആമേൻ ആമേൻ സ്ട്രെങ്ത് പ്രൈസ്. അതുപോലെ പിതാവിനെയും പുത്രനെയും ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ സകലവും നിശബ്ദമാകട്ടെ എന്ന് പറയാം. എന്ന് പറയുന്നത് ആൻഡ് ഗ്ലോറി ഫോർ അവർ ടു ഗോഡ് ദ സോൾ ഗീവർ ഓഫ് ഓൾ ഗുഡ് തിങ്സ് ആമേൻ ആമേൻ. അപ്പം വളരെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാല് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരുമിച്ച് ആരാധിക്കുന്ന ഗീതം എന്ന് പറഞ്ഞാൽ തൃത്വ ആരാധന എന്ന് പറയുന്ന ഗീതം പോലും ഈ ചേട്ടാ ഡെനീഷ, ഇതല്ലേ ഞങ്ങൾ പറയുന്നത്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ ഒരുമിച്ച് ആരാധിക്കുന്ന ഗീതം. അത്തരത്തിൽ ഒരു ഗീതമെങ്കിലും ഈ മലയാളി പെന്തക്കോസ്തുകാർക്കുണ്ടോ? ഡെനീഷി പറയുന്ന വാക്കിന് വ്യവസ്ഥ ഉണ്ടെങ്കിൽ അല്പമെങ്കിലും അന്തസ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് രാജിവെക്ക്. എന്തിനീ വലിയവായിട്ടിരുന്ന് വർത്തമാനം പറയും? എന്തിനിത് പറയുന്നത്? അപ്പോസ്തലിക സഭകൾ ഇവിടെ ഉണ്ടെന്ന്. ഇവിടെ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് പറയുമ്പം ഈ പറഞ്ഞ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങൾ മുഴുവൻ, ആദിമസഭയുടെ പാരമ്പര്യങ്ങൾ മുഴുവൻ അതേപടി ആ വിശ്വാസവും പാരമ്പര്യവും യേശുക്രിസ്തു മുതലുള്ള ആ അതേ വിശ്വാസം അതേ ശുദ്ധതയോടെ കാത്തു സൂക്ഷിക്കുക. അതല്ലേ ഞങ്ങൾ ഈ ലൈവിൽ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർത്തഡോക്സ് വർഷിപ്പ് നോക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ ട്രിനിറ്റേറിയൻ വർഷിപ്പാണ്. അതല്ലേ പറഞ്ഞു, എത്രയോ പ്രാവശ്യം പറഞ്ഞു. ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് കേട്ടോ, ഇത് പഴയതല്ല, ഇപ്പം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഈ ഡെനീഷ് പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കേ. ബന്ധക്കോസുകാരെ 4 ബന്ധക്കോസുകാരെന്ന് പറയാ കേക്ക്. 4-ാം നൂറ്റാണ്ടിന് മുൻപ് ഈ തർക്കങ്ങൾക്ക് മുൻപ് നിലവിലുണ്ടായിരുന്നു എന്നുള്ളതിനുള്ള വളരെ ആധികാരികമായ, അതായത് ഫേസ്ബുക്ക് പുതിയൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞില്ലെന്ന് വേണ്ട. ഫേസ്ബുക്കിൽ ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസ് നമുക്ക് പുറകോട്ട് അടിച്ചു നോക്കി കാണാം. നേരത്തെ അത് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയം തോന്നി ഞാനിങ്ങനെ നിർത്തി കാണിക്കുന്ന ലൈവാണെന്ന്. ഇപ്പം നടക്കുന്ന ലൈവായത് ചരിത്രരേഖകൾ തന്നെ ലഭ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിക്കിയൽ കണ്ടുപിടിച്ച എന്തെങ്കിലും കണ്ടുപിടുത്തമാണ് എന്നുള്ള ധാരണയ്ക്ക് നിക്കിയെ കണ്ടുപിടിച്ച് ഇവന്മാരെല്ലാം പറയുന്നതാണ്. ഒരു മര്യാദയില്ല, ഒരു മാന്യതയില്ലാതെ, ഒരു വാലും തലയില്ലാതെയാണ് ഇവര് പറയുന്നത്. ഇവര് സ്കൂളിൽ ഇവരുടെ ജൂനിയറായിട്ട് പഠിച്ച 6 കാര്യം പറയുന്നതിലൊക്കെയാണ് ഇവര് സഭാപിതാക്കന്മാരെ അഡ്രസ് ചെയ്യുന്നത്. യാതൊരു തരത്തിലുള്ള അടിസ്ഥാനമില്ല നമുക്ക് തുറന്നു പറഞ്ഞാല് പഠിപ്പിക്കലുണ്ടായിരുന്നു. അതുപോലെ തിരുവഴുത്തിലുണ്ടായിരുന്നു. അവിടെ നമ്മൾ തുടങ്ങിയ തിരുവഴുത്തിലുണ്ടായിരുന്നു. റോബിൻ ബ്രദർ പറഞ്ഞ പോലെ പഠിപ്പിക്കലുണ്ടായിരുന്നു. അതിനുശേഷം ഈ പറയുന്ന ആരാധന ഗീതങ്ങളിൽ പോലും ഈ തൃത്വം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ജനകീയമായ നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് എഴുതപ്പെട്ട കൈയെഴുത്ത് പ്രതിയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കോളാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്താഗതി നിൽക്കുന്ന ഒരു പണ്ഡിതനോ ദൈവശാസ്ത്രത്തിനോ എഴുതിയൊരു കാര്യമല്ല ഇത്. ഒരു സാധാരണ ക്രിസ്ത്യാനി പകർത്തി എഴുതിയൊരു കൈയെഴുത്ത് പ്രതിയാണ്. അതിന്റെ ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഒരു സ്പെഷ്യലിസ്റ്റിന്റെ കൈയെഴുത്ത് പ്രതിയല്ല. അതിൽ പോലും വളരെ വ്യക്തമായിട്ട് ആരാധന ഗീതമായി പോലും തൃത്വസ്തുതി എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് പോലും ഈ 4-ാം നൂറ്റാണ്ടിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന ആ ചിന്താഗതികൾക്ക് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല എന്നുള്ള കാര്യം നമുക്ക് ആദ്യമേ തന്നെ വ്യക്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനൊപ്പം തന്നെ ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്,
ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പങ്കാളിത്തത്തെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത് പോലെ ഇത് കോൺസ്റ്റന്റൈൻ എന്തെങ്കിലും ഇതിനോട് എന്തെങ്കിലും അനുഭവം പുലർത്തിയത് കൊണ്ടല്ല ഒരിക്കലും ഈ വിശ്വാസം വിജയിച്ചു എന്ന് പറയുന്നത്. നമുക്കറിയാം കോൺസ്റ്റന്റൈൻ പിന്നത്തേതിൽ ഈ പറയുന്ന ആരിയൂസിന്റെ പാർട്ടിയോട് ഒരു ചായ്വ് പ്രകടിപ്പിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ റിജു തരകൻ ആ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് വിശദീകരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഈ കോൺസ്റ്റന്റൈന്റെ ഈ സുനോദോസ് കൂടുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്റ്റന്റൈന്റെ ആ ആളുകളെ വിളിച്ചതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവന തിയോഡോററ്റ് ഓഫ് സൈറസ് എന്ന് പറയുന്ന ഒരു സഭാചരിത്രകാരൻ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്ന് തന്നെയാണ്. അതിന്റെ പുസ്തകം ചാപ്റ്റർ 3 അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കോൺസ്റ്റന്റൈന്റെ പ്രസ്താവന. അതിന്റെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: സുവിശേഷങ്ങൾ, അപ്പോസ്തലിക ലിഖിതങ്ങൾ, പുരാതന പ്രവാചകന്മാരുടെ അരുളപ്പാടുകൾ എന്നിവ ദൈവപ്രകൃതിയെക്കുറിച്ച് നാം എന്ത് വിശ്വസിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ എല്ലാ വിവാദ തർക്കങ്ങളും ഉപേക്ഷിക്കുക. പ്രശ്നമായിരിക്കുന്ന ചോദ്യങ്ങളുടെ പരിഹാരം ദൈവശ്വാസീയമായ ഇതൊക്കെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു? കോൺസ്റ്റന്റൈൻ പറഞ്ഞാണ്. ഞാനിവിടെ എത്രയോ ലൈവിൽ പറഞ്ഞു കോൺസ്റ്റന്റൈൻ ഓഡിയൻസിനിടയിൽ ഇരിക്കുകയായിരുന്നെന്നും കോൺസ്റ്റന്റൈന് കൂടുതൽ അറിയൂസ് പക്ഷത്തോടെ ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും ആഭിമുഖ്യം ഉണ്ടായിരുന്നെന്നും അത്തനേഷ്യസിനെ വിളിച്ച് കോൺസ്റ്റന്റൈൻ, അത്തനേഷ്യസെ ലോകം മുഴുവൻ നിനക്കെതിരായി പോയല്ലോടാ അത്തനേഷ്യസെ, നിനക്ക് ഈ ഗതി വന്നല്ലോ അത്തനേഷ്യസെ എന്ന് പറഞ്ഞപ്പോൾ അത്തനേഷ്യസ് പറഞ്ഞു ചക്രവർത്തി പറയൂ ലോകം അത്തനേഷ്യസിനെതിരാണെങ്കിൽ അത്തനേഷ്യസ് ലോകത്തിനെതിരാണ്. അതുകൊണ്ടാണ് അത്തനേഷ്യസ് കോൺട്രാ മുണ്ട്ര എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പരിശുദ്ധ സുറിയാനി സഭ എല്ലാ വിശുദ്ധ കുർബാനയിലും ഞങ്ങൾ അത്താനാസ്യോസിനെ ഓർക്കുന്നത്. മനസ്സിലായില്ലേ? അത്താനാസ്യോസിന്, ബെസേലിയസിനും, ഗീവറിയോസിനും, ജൂലിയോസിനും, ദിയസ്കോറോസിനും, അന്തിമോസിനും, ഇവാനിയോസിനും, കൂറിലോസിനും എല്ലാം ഓർമ്മകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളെന്തേ മനസ്സിലാക്കുന്നത്? ഇത്രയും പാരമ്പര്യമുള്ള, ഇത്രയും അടിസ്ഥാനമുള്ള, ഇത്രയും ആധികാരികതയുള്ള ഒരു കൃത്യമായ സഭ മലങ്കരയിൽ നിലനിൽക്കുമ്പോൾ അതിൽ നിന്ന് ചിത്രീകരിച്ച് വെറുതെ കൾട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി അന്നമ്മയുടെ, പെണ്ണമ്മയുടെ, പൊന്നമ്മയുടെ, യോഹന്നാന്റെ, തങ്കുന്റെ, പിന്റുവിന്റെ, ടിനുവിന്റെ, താരുവിന്റെ എല്ലാമായിട്ട് നമ്മൾ ക്ലബ്ബുകൾ ഉണ്ടാക്കി. ഞാനും അതിൽ പെട്ടുപോയതാണ്. ഞാൻ എൻ്റെ തെറ്റുകളെ ഏറ്റു പറഞ്ഞു. ഞാനത് തെറ്റായിപ്പോയി എന്ന് പരസ്യമായിട്ട് പറഞ്ഞു. നിങ്ങളും പറയാം തെറ്റിപ്പോയി, വലിയ നാണക്കേടൊന്നും അല്ലടോ പോയി. നമുക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ അത് തെറ്റായിപ്പോയി, അതല്ല ശരി, ഇതാണ് ശരി എന്ന് പറയണം. അതിന് വെറുതെ ഈ നാടകം കളിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? ഡെനീഷ് സഭാഷൻ എന്തിന് ഇത്രയും ബുദ്ധിമുട്ടുന്നു? ഇപ്പൊ ഇവരെ സംബന്ധിച്ച് വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ളൊരു നയമാണ്. അത് ബൈബിൾ അവരാക്കി. അപ്പോസ്തലിക സഭകളുടെ മദ്ബഹായില് വിശുദ്ധ സ്ഥലത്തിരുന്ന ഗ്രന്ഥമാണ്. അത് മീൻകാരന്റെ കൊട്ടയ വരെ ഇതിലെത്തിച്ചു. കോഴിക്കോട്ട് അങ്ങാടിയിൽ ബൈബിൾ വെച്ചാണ് കാക്കാമാര് കടല പൊതിയുന്നത്. കാരണം ഗിഡയൻസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു തെമ്മാടിക്കൂട്ടം എന്നേ ഞാൻ പറയത്തുള്ളൂ. തെമ്മാടികൾ. കാരണം കച്ചവടക്കാരാണ്. കച്ചവടത്തിൽ അവർ കാണിക്കുന്ന വൃത്തികേടും കൊള്ളലാഭവും അതിന്റെ ഒരു അംശം ദൈവവചനം പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്ത പാപമോചനം കിട്ടും എന്ന് കരുതി ലോകത്തുള്ള കുറെ കച്ചവടക്കാരുണ്ടാക്കിയ ഒരു സംഘടനയാണ് ഗിഡയൻസ് ഇന്റർനാഷണൽ. ഇവന്മാരെന്ത് തെമ്മാടിത്തരം കാണിക്കുന്നത്? ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ അത് ചുമ്മാ പ്രിന്റ് ചെയ്ത് അവിടെ ഇവിടെ എല്ലാം കൊണ്ട് വെക്കുക, ഹോട്ടലിലും ബാറിലും എല്ലാം. അതിന്റെ ഭാഗമായിട്ട് ടൺ കണക്കിന് അത് കോഴിക്കോട്ട് അങ്ങാടിയിൽ മുസ്ലിം റീജിയനിലൊക്കെ കൊണ്ടുവന്ന പുതിയ നിയമമാണ്. അവർ വലിച്ചു കയറി കടല പൊതിയുക. നിനക്കൊന്നും വേറെ പണിയൊന്നും. എന്റെയൊക്കെ ഒരു ബൈബിള്, എന്തോ ബൈബിൾ, മനസ്സിലായില്ലേ? സഭയുടെ മദ്ബഹായിലിരുന്ന് അവിടെ വായിക്കുകയും ജനം അത് കേൾക്കുകയും ആത്മീക പുളകം അനുഭവിക്കുകയൊക്കെ ചെയ്തോണ്ടിരുന്നത്. അത് ഇവിടെ കൊണ്ട് മീൻകാരനും എന്നിട്ട് ചന്തലല്ലേ ഇരുന്ന്. ഇനിയിപ്പോ ഇവർക്ക് കിട്ടാത്ത, ഇവന്മാരുടെ വരുതിക്ക് നിൽക്കാത്ത ഒരു സാധനമേ ഉള്ളൂ. അത് നമ്മുടെ സുന്നോദോസുകളാണ്. ഇപ്പൊ അതും കൂടെ ഇവന്മാരുടേതാക്കണം. അതിനുവേണ്ടിയുള്ള നയം ഇത്. ബൈബിള് ഒരു പരിവാക്കി. മനസ്സിലായോ? അപ്പോസ്തലിക സഭകളുടേത് തിരുവെഴുത്തായിരുന്നു. അതൊരു പരിവാക്കി ഇവരെ വലിച്ചോണ്ട് പോയി. ഇനിയിപ്പോ ഇവന്മാർക്ക് സുന്നോദോസ് വേണം. അതിനുവേണ്ടിയുള്ള വട്ടം കോരലാണ്. ഇതേ ഇവന്മാരിന്ന് പറയുന്നുണ്ടോ? വചനത്തിൽ നമുക്ക് അന്വേഷിക്കാം. ഇങ്ങനെ പറഞ്ഞാണ് കോൺസ്റ്റന്റൈൻ ഈ പറയുന്ന ആളുകളെ എല്ലാവരെയും ക്ഷണിച്ചു കൂട്ടി. എടോ, കോൺസ്റ്റന്റൈൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു വിശുദ്ധന. നീ അധികം കൂടുതൽ കാര്യമൊന്നും ഇവിടെ പറയണ്ട. കോൺസ്റ്റന്റൈൻ നീ മടിയിലിട്ട് വളർത്തിയവരാണല്ലോ പറയുന്നത്. ഞങ്ങളുടെ സഭയുടെ ഒരു വിശുദ്ധനാടോ സെയിന്റ് കോൺസ്റ്റന്റൈൻ. മനസ്സിലായില്ലേ? ചുമ്മാതെ നിന്റെ കാര്യം നിനക്ക് കിട്ടിയല്ലോ 66 പുസ്തകം, അതിനകത്തുള്ള കാര്യം പറഞ്ഞാൽ മതി.
എന്നാണ് ഈ ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല കോൺസ്റ്റന്റൈൻ 50 ബൈബിളുകൾ രചിക്കുവാൻ വേണ്ടിയിട്ട് യൂസീബീസിനോട് പറയുന്നതായിട്ടും അത് പുതിയതായിട്ട് വിശ്വാസത്തിലേക്ക് വന്നവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യം. അപ്പം ഈ പലരും ചിന്തിക്കുന്നത് പോലെ ഇത് കോൺസ്റ്റന്റൈൻ ഇടപെട്ട് നടപ്പിലാക്കിയ ഒരു സംഗതിയല്ല. അതിൻ്റെ അകത്ത് വന്ന ഹോമോസിയ എന്ന് പറയുന്ന ആ പദം പോലും അതാണ് ഒരു പ്രത്യേകമായിട്ടൊരു വ്യാഖ്യാനമായിട്ട് വന്നെങ്കിൽ പോലും പിന്നത്തേതിൽ കോൺസ്റ്റന്റൈൻ ആ ഒരു വിശ്വാസത്തിനോട് അനുകൂലിക്കുന്നവരുടെ തന്റെ അധികാരപരമായ വീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ആരിയൂസിന്റെ പക്ഷത്തേക്ക് ചായുന്നുണ്ട്. അപ്പൊ ആ വിശ്വാസം സ്ഥാപിച്ചതോ ആ വിശ്വാസം നിലനിന്നതോ ഒന്നും കോൺസ്റ്റന്റൈന്റെ എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇവൻ കോൺസ്റ്റന്റൈൻ പോലും ബൈബിൾ അടിസ്ഥാനത്തിൽ ഈ തർക്കം പരിഹരിക്കണം. ബൈബിൾ അടിസ്ഥാനത്തിൽ വേറെ പണിയൊന്നുമില്ല. നിനക്ക് ബൈബിളായ പ്രശ്നമെങ്കിൽ നീ അതുകൊണ്ട് പോ. ഇവിടെ വ്യക്തമായ ഒറിജിനൽ സഭയുണ്ട്, ആദ്യം മുതലുള്ളതും. കർത്താവിശ്വാമിശയാണ് ഇപ്പൊ പറഞ്ഞല്ലോ, പോളികാർപ്പസിന്റെ ആദ്യം മുതലല്ലോ. പോളികാർപ്പസ് എന്ന് പറഞ്ഞാല് ഇഗ്നേഷ്യസ് ന്യൂറോനയുടെ ശിഷ്യനായിരുന്നു. അദ്ദേഹം യോഹന്നാന്റെ ശിഷ്യനാണ്. ഹി വാസ് വെരി ജൂനിയർ. അപ്പൊ പോളികാർപ്പസ് ഇഗ്നേഷ്യസ് ന്യൂറോൻ അന്ത്യോക്യയുടെ 3ാം പാത്രികീസായിരുന്നു. ഈ പോളികാർപ്പസിന്റെ ലേഖനം എടുത്ത് ഉദ്ധരിക്കുമ്പോൾ അപ്പൊ അന്ത്യോക്യയുടെ 3ാം പാത്രികീസായിരുന്നു ഇഗ്നേഷ്യസ് ന്യൂറോൻ. ആ പാരമ്പര്യത്തിൽ നിന്ന് ഇവിടെ അന്ത്യോക്യയില് സഭ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനു ഇത്രയും ബുദ്ധിമുട്ടുന്നു? ഈ വളഞ്ഞു മൂക്കാലൊന്നും പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ആ ചാളിതൊക്കെ അങ്ങ് മറച്ചു കള. എന്തൊരു പാരമ്പര്യമാണ് നിങ്ങൾ ഓർക്കണം. കർത്താവിശ്വാമിശിഹ കൈകളിൽ എടുത്ത ശിശുവാണ് ഇഗ്നേത്യസ് ന്യൂറോനോ. അദ്ദേഹം യോഹന്നാന്റെ നേരെ ശിഷ്യനായിരുന്നു. അദ്ദേഹം പത്രോസിൽ നിന്ന് നേരിട്ട് കൈവെപ്പ് കിട്ടി അന്ത്യോക്യൻ സിംഹാസനത്തിൽ പാത്രികീസായിട്ടിരുന്നു. അദ്ദേഹം രക്തസാക്ഷിയായി തീർന്നു. ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന്, ആ ഒരു പിന്തുടർച്ചയിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നേ അന്ത്യോക്യൻ സിംഹാസനത്തിന്റെ പിന്തുടർച്ചയും പാരമ്പര്യവും. അത്രയും പാരമ്പര്യമുള്ള ഒരു സഭ ഇവിടെ നിൽക്കുമ്പോഴാണ് ഇവിടെ ടിൻറ്റുമോന്റെ സഭ അതിന് ഓശാനയും കുഴലും ഊതിക്കൊണ്ട് ഇവന്റെ ലൈവ് എന്ന് പറഞ്ഞ ഹോമോയിയൂസിയോൺ എന്ന ഒരു പദം ഉപയോഗിച്ച് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോ ആ വാക്കിന്റെ അർത്ഥം ഇതാണ്, സിമിലർ അല്ലെങ്കിൽ ലൈക്ക് സബ്സ്റ്റൻസ്. ഇവിടെ ദാനത്തിന് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള ഹോമോസിയോനും ഹോമോഊസിയോനും സമനോ സാമ്യനോ ഇത്രയും സബ്സ്റ്റൻസ്. സമനാണോ സാമ്യനാണോ? ഹോമോഊസിയോൻ എന്ന് പറഞ്ഞാൽ സമനാണോ സാമ്യനാണോ, 2 വാക്കാണ്. അപ്പൊ സമൻ എന്നുള്ളത് സാമ്യൻ എന്നാക്കി മാറ്റാൻ അവർ ശ്രമിച്ചു. അതിനെയാണ് അത്തനേഷ്യസ് ഒക്കെ എതിർത്തത്. പിതാവിനോട് സമത്വമുള്ളവൻ, അതാണ് വിശ്വാസ പ്രമാണത്തിൽ രേഖപ്പെടുത്തിയത്. മനസ്സിലായോ? അപ്പോ ആ ഒരു ആശയത്തിൽ യേശുവിന്റെ ദൈവത്വത്തെ പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ സിമിലർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ലൈറ്റ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു വരുമ്പോൾ ദൈവത്വത്തിന്റെ, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ അറിയൂസിന്റെ വാദം പോലെ ക്രിയേറ്റഡ് ബീയിങ് ആണ് ദൈവത്തിന്റെ. എന്തോ ബുദ്ധിമുട്ടാണ്. നമ്മളിവിടെ ഗ്ലോറിയസ് ഗോസ്പൽ പ്രേക്ഷകർ ഇതൊക്കെ കേട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പിടിച്ച വിശ്വാസത്തിനും യാഥാസ്ഥിക വീക്ഷണം പുലർത്തുന്ന എല്ലാ പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളും ഈ നിഖ്യാവിശ്വാസത്തെ അംഗീകരിക്കുന്നുണ്ട്. തൃത്വോപദേശത്തെ ഉൾക്കൊള്ളുന്നവരാണ്, അതിനെ പ്രഖ്യാപിക്കുന്നവരാണ്. അപ്പോൾ പെന്തക്കോസ്ത് സമൂഹം ഈ നിഖ്യാവിശ്വാസ പ്രമാണം, പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ഒരു പ്രതികരണം എന്തായിരിക്കും? കാരണം ദേവാസന പെന്തക്കോസ്ത് ദൈവശാസ്ത്രവും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ ഒരു വിഷയത്തിലുള്ള ഡോക്ടർ രജിതരന്റെ ഒരു പ്രതികരണം എന്താണ്? നമ്മൾ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കി, ദൈവശാസ്ത്രപരമായി പ്രത്യേകിച്ച് ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി, ഈ നിക്യ സുന്നകദോസിൽ ഉണ്ടാക്കിയ ഈ നിക്യ വിശ്വാസ പ്രമാണം ദൈവവചനത്തിന്റെ അല്ലെങ്കിൽ ദൈവവചനം തന്നെയാണ്. തിയോളജി അത് അതുപോലെ തന്നെ പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഗ്ലോറിയസ് ഗോസ്പൽ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആസന്നമായ പതനം പെന്തക്കോസ്ത് വിഭാഗത്തിന്റെ, നിങ്ങൾ കണ്ടല്ലോ, അവരിപ്പോ ഇരുന്ന് നിഖ്യാവിശ്വാസ പ്രമാണത്തിലേക്ക് തിരിയുകയാണ്. കൊറോണ വൈറസ് വന്നു കഴിഞ്ഞപ്പോ ആധുനിക വൈദ്യശാസ്ത്രം പറയുകയാണ്, കൈ കഴുകുകയും ചൂടുവെള്ളം ഉപയോഗിക്കുകയും അകന്ന് നിൽക്കുകയും, കൂടുതലൊന്നും പിന്നെ പറയാനില്ല.
എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവര് പറയാണ്, അതുകൊണ്ട് പിതാക്കന്മാർ ജസ്റ്റിൻ മാർട്ടിർ അങ്ങനെ പറഞ്ഞു, തെർത്തുല്യൻ ഇങ്ങനെ പറഞ്ഞു, അത്തനേഷ്യസ് ഇങ്ങനെ പറഞ്ഞു, പോളികാർപ്പസ് ഇങ്ങനെ പറഞ്ഞു, ഇഗ്നേഷ്യസ് നൂറോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. ഇപ്പം ബൈബിൾ മാത്രം എന്നുള്ള വാദം അവർ പോയി. ഇപ്പൊ ഇവർ പറയാണ് നിക്കിയ സുന്നതോസ് 100% ദൈവവചനത്തോട് കൺഫേംഡ് ആണ്. യെസ്, കാരണം ഇത് പരിശുദ്ധ പിതാക്കന്മാർ പരിശുദ്ധാത്മ പൂരിതരായിട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിക്കിയായിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായിട്ടുള്ള പുണ്യപ്പെട്ട 3 പൊതു സുന്നതോസുകൾ, അവയിലുണ്ടായിരുന്ന ഞങ്ങളുടെ വിശുദ്ധ പിതാക്കന്മാർ, മശിഹായെ ധരിച്ചവരും സ്ലീഹായ്ക്ക് അടുത്തവരുമായിരിക്കുന്ന പുണ്യപിതാക്കന്മാർ. എത്ര അഭിമാനമാണ് അത് പറയുവാൻ. അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു സഭ വിട്ടിട്ടല്ലേ ചാടിപ്പോന്നത്, അല്ലെ? അങ്ങനെ ഒരു സഭ വിട്ടിട്ടല്ലേ ചാടിപ്പോന്നത്. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മടങ്ങേണ്ടിയിരിക്കുന്നു. മടങ്ങേണ്ടിയിരിക്കുന്നു. നമുക്ക് ഈ 5-ാം തുത്തേരെന്നാ പറയുന്നത്, ഈ സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാനയിൽ സുറിയാനി സഭയായിട്ട് പരിചയമില്ലാത്തത്. അപ്പൊ 5-ാം തുത്തേൻ നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്നാൽ ഇവന്മാർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വേറൊരു കാര്യമുണ്ട് കേട്ടോ. കാരണം സുറിയാനിക്കാരൊക്കെ സൂക്ഷിച്ചോണം, അധികം താമസമില്ലാതെ പെന്തക്കോസ്തുകാര് നിക്കിയ സുന്നതോസ് അടിച്ചെടുക്കും, ബൈബിൾ കൊണ്ടുപോയ പോലെ. അതുകൊണ്ട് വേണമെങ്കിൽ വേഗം ഉറപ്പിച്ചോണം നിങ്ങളുടേതാണെന്ന്. നമുക്കൊന്ന് കേൾക്കാം. സ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പുകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയായിലും കുസ്തന്തീനോസ് പോലീസിലും എഫേസോസിൽ വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസന്നോഹോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരുസലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദിവന്നാസിയോസും മത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തിമോത്തിയോസും തീലക്സീനോസും അന്തീമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമശീഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മാർ യാക്കോബ് ബോർദാനായും മാർ അപ്രേമും മാർ യാക്കോബും മാർ ഇസഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസവുമായും മാർ ശമോൻ ദസ്തുനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോമാർ ബസേലിയോസും ഇതാണ് പാരമ്പര്യമുള്ള സഭ, ഇതാണ് ഒറിജിനൽ സഭ, ഇതാണ് സത്യസഭ. വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, പെന്തക്കോസ്തുകാർ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ ഓടിച്ച് വരുന്നതേ ഉള്ളൂ, അവിടെ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അവര് നിക്കായെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സുന്നഹദോസുകൾ നമ്മൾ 3 സുന്നഹദോസുകളാണ് അംഗീകരിക്കുന്നത്: നിക്കിയ, കുസ്തന്തീനോപ്പോലിസ്, എഫേസോസ്. 4ാമത് പിന്നീട് എഫേസോസിൽ 2-ാം സുന്നഹദോസ്, കൽക്കനിയൻ സുന്നഹദോസ്, പിന്നെ കുറെ സുന്നഹദോസുകളൊക്കെ നടന്നത്. അത് സഭ വിഭജിക്കപ്പെട്ടാണ്. അതായത് സംയുക്ത സഭയുടെ, അവിഭക്ത സഭയുടെ സുന്നഹദോസുകളാണ് ഈ 3 സുന്നഹദോസ്. അപ്പൊ നിക്കിയ സുന്നഹദോസിൽ നമ്മൾ പിതാവും പുത്രനും വ്യക്തമായി നിർവചിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്, അറിയൂസിന്റെ പക്ഷത്തിന് എതിരായിട്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിർവചനം അവിടെ ഉണ്ടാകുകയാണ്.
എഫേസോസ് സുന്നോദോസ് വന്നു കഴിഞ്ഞപ്പോഴാണ് അത് നെസ്തോറിയന്റെ വേദവിപരീതമാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്രിസ്തുവിലെ ദൈവത്വവും മനുഷ്യത്വവും നമ്മൾ മനസ്സിലാക്കണ്ടേ. ഒന്നാമത് പിതാവും പുത്രനും, ഇതൊക്കെയാണ് ഇപ്പോൾ പെന്തക്കോസ്തുകാർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവും പുത്രനും സമന്മാരാണോ സാമ്യന്മാരാണോ? ഞാൻ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ലൈവിൽ കാണിച്ച ഹോമോസിയോനും ഹോമോ ഊസിയോനും ഇടയ്ക്ക് ഇപ്പൊ ഇംഗ്ലീഷിൽ പറയണത് ഗ്രീക്കിലാണ്. ഇംഗ്ലീഷിൽ പറയണ ഇടയ്ക്ക് രണ്ടോ വരുമ്പോ അർത്ഥം മാറും. ഓരോ ഹോമോസിയോൻ, ഹോമോ ഊസിയോൻ, ഇപ്പൊ ഹോമോസിയോൻ ആക്കി. സാമ്യൻ എന്ന് മലയാളം പറഞ്ഞാൽ സാമ്യൻ. ഒത്തിരി ശ്രമിച്ചു അങ്ങനെയാക്കാൻ. സാമ്യൻ ഇപ്പൊ അത്തനേഷ്യസ് ആണ്. നോ, സാമ്യൻ അല്ല, സമനാണ്. ഗ്രീക്ക് വരുമ്പം ഹോമോസിയോനും ഹോമോ ഊസിയോനും. അപ്പം പിതാവിനോട് സാമ്യനല്ല, സമനാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും എന്ന് പറഞ്ഞ് നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫ് വരുന്നേ വിശ്വാസ പ്രമാണത്തിന് അവിടെ പറയാണ് ദൈവത്തോടുള്ള സമത്വമാണ്. അപ്പൊ അതാ സാമ്യനല്ല, സമനാണ് എന്ന് ഉറപ്പിച്ചു. രണ്ടാമത്തെ സുന്നോദോസ് വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്, പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്, കേവലം ഒരു ശക്തിയല്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ മൂന്നാമത്തെ സ്റ്റാൻസ വരുന്നത്. അത് കോൺസ്റ്റാന്റിനോപ്പിളിൽ വന്നതാണ്. അതുകൊണ്ടാണ് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകപരിശുദ്ധ റൂഹ. അപ്പം ആ ഒരു നിർവചനം വന്നിരിക്കുന്നത്. ഇപ്പൊ രണ്ടാം സ്റ്റാൻസായിൽ സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും, സാരാംശത്തിൽ പിതാവിനോട്, അന്ന് അത്തനേഷ്യസ് അവിടെ ആ സ്ട്രോങ് ആയിട്ട് അത് പറഞ്ഞില്ലെങ്കിൽ സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനല്ല, സാരാംശത്തിൽ പിതാവിനോട് സാമ്യമുള്ളവൻ വന്നേനെ വിശ്വാസപ്രമാണം. വളരെ ഹോമോസിയോനും ഹോമോ ഊസിയോൻ. അപ്പൊ സാരാംശത്തിൽ അപ്പൊ ഇത് തീ പോലെ ഇറങ്ങണമേ, അതല്ല ഇത് മോനെ, ഇതല്ല അത്. ഒറിജിനൽ സഭയാണ്. ഈ മൂന്നാമത്തെ സൂനഹദോസ് വരുമ്പോ, എഫേസോസിലെ സൂനഹദോസ് വരുമ്പം അലക്സാണ്ട്രിയയിലെ സിറിലിന്റെ നേതൃത്വത്തിൽ അവിടെ വരുന്ന സമയത്ത് നെസ്തോറിയന്റെ വേദവിപരീതമാണ്. ഇപ്പൊ നെസ്തോറിയന്റെ വേദവിപരീതത്തെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചു. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനാണ്. അപ്പൊ യേശുക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ടായിരുന്നു. അപ്പൊ ജനിച്ചവൻ ആരാണ്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്നെ ആരായി കാണുന്നു? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ക്വസ്റ്റ്യൻ റേസ്ഡ് ബൈ ലോർഡ് ഹിംസെൽഫ്. മാത്യു ചാപ്റ്റർ 16 ചോദിക്കുകയാണ്. ചിലർ പറയുന്നു പുരാതന പ്രവാചകന്മാരാണ്, ചിലർ പറയുന്നു ഏലിയാവാന്ന്, ചിലർ പറയുന്നു യിരെമ്യാവാന്ന്, വേറെ ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റതാണെന്ന്, വേറെ ചിലർ പറയുന്നുണ്ട് യെശയ്യാവാണെന്ന്, പുരാതന പ്രവാചകന്മാരിൽ ഏതോ ഒരുവൻ. ഓക്കെ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ശീമോൻ മുന്നോട്ട് കയറി എന്നിട്ട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ബറിയോനെ ശീമോനെ, ഇത് നിനക്ക് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തിയത്, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ്. അപ്പൊ സഭ പണിയപ്പെടുകയാണ്. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അപ്പൊ സ്വർഗസ്ഥനായ പിതാവിന്റെ റെവലേഷൻ, സ്വർഗീയ പിതാവിന്റെ വെളിപ്പാടിന്റെ മേലാണ് സുറിയാനി സഭ പണിയപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കണം. ഇതിന്റെ ഫൗണ്ടേഷൻ എവിടെയാ പോയി നിൽക്കുന്നത്? ഇതാണ് ഇവിടെ നിന്നിട്ട് കുറുക്കം കയറിയാലുടനെയും മതിലിടിഞ്ഞു വീഴുമെന്ന് പണ്ട് സൻബല്ലത്തും തോബിയാവും പറഞ്ഞ പോലെ. കുറുക്കം കയറിയാൽ ഇടിയുന്നതല്ല, കുറുക്കം കയറിയാൽ ഇടിയുന്നതല്ല. അത്രയും സ്ട്രോങ് അടിസ്ഥാനം. കാരണം ക്രിസ്തുവിന്റെ ഫൗണ്ടേഷനിലാണ്. അപ്പം മൂന്നാമത്തെ സുനോദോസിലേക്കാണ് നമ്മൾ വരുന്നത്. പെന്തക്കോസുകാരുടെ ഈ പഴയ സൈക്കിൾ അപ്പൊ എവിടെ ഓടി എത്തുമെന്ന് അറിയത്തില്ല. അവര് രണ്ടാം സുനോദോസ് വരെ വന്നിട്ടുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ. നിങ്ങൾ വണ്ടി മുന്നോട്ട് വിടണം. എഫേസോസിലൂടെ ഒന്ന് പോകും. നിക്കായും കോൺസ്റ്റാന്റിനോപ്പിളിൽ എത്തിയല്ലോ. മുന്നോട്ട് വണ്ടി വിട്. എഫേസോസിൽ വരുമ്പോ അവിടെ ഒരു കാര്യം പ്രഖ്യാപിച്ചു.
ഇനി ഞാനൊരു കാര്യം പറയാം. എന്തുകൊണ്ട് ട്രിനിറ്റിയോട് വിമുഖരായി നിൽക്കുന്നു? ട്രിനിറ്റി വിശ്വസിച്ചാൽ, അതിന്റെ എല്ലാ അർത്ഥത്തിലും ട്രിനിറ്റി വിശ്വസിച്ചാൽ, ആ ട്രിനിറ്റിക്കകത്ത് മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ്. ഈ അപകടം അറിയാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ കുഴപ്പം അറിയാവുന്നതുകൊണ്ടാണ് പെന്തക്കോസ്തുകാരിൽ ഭൂരിപക്ഷവും ട്രിനിറ്റിക്കെതിരായിട്ട് നിൽക്കുന്നത്. മറിയത്തിന്റെ ദൈവമാതൃത്വം അംഗീകരിക്കാതെ ട്രിനിറ്റി അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ പിന്നോട്ട് പോകണം. മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്താകും. പ്രിയപ്പെട്ടവരെ, ഇത് അപ്പോസ്തോലിക സഭയുടെ ഉപദേശമാണ്. അപ്പോസ്തോലിക സഭയുടെ ഉപദേശമാണ് ട്രിനിറ്റി. ട്രിനിറ്റിക്കകത്ത് മറിയം ദൈവമാതാവാണ്. മറിയം ദൈവമാതാവ് അല്ലെങ്കിൽ ട്രിനിറ്റി വിശ്വാസവും നിലനിൽക്കത്തില്ല. നിങ്ങൾക്ക് ഇപ്പോഴാണ് സമയം, പിന്തിരിയാനുള്ള സമയം. പെന്തക്കോസ്തിന് പറ്റിയ ഉപദേശം യേശുനാമ ഉപദേശമാണ്. അതിന് പറ്റിയ പാട്ടുകൾ, നിങ്ങളുടെ പാട്ടുകളെല്ലാം ആ തരത്തിലുള്ള പാട്ടുകളാണ്. ഞാൻ പെന്തക്കോസ്തുകാരോട് ഉപദേശിക്കുകയാണ്, നിങ്ങൾ ട്രിനിറ്റേറിയൻ ഫെയ്ത്തിലേക്ക് വരുന്നത് ഓതന്റിക് ഫെയ്ത്ത് ആണ്, അത് ചർച്ചിന്റെ ഫെയ്ത്ത് ആണ്. ഞാൻ പിന്നെയും പറയാണ്, പെന്തക്കോസ്റ്റൽ വിശ്വാസം വെച്ചോണ്ട് ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് ആണ് ഞങ്ങളുടെ എന്ന് പറയുന്നത് അംബാസഡർ കാറിന്റെ മുമ്പിൽ ബെൻസിന്റെ എംബ്ലം വെക്കുന്നവരേ ഉള്ളൂ. ഒരു അംബാസഡർ കാറിന്റെ മുമ്പിൽ ഈ ബെൻസിന്റെ ഉണ്ടല്ലോ 3 കാറുള്ള ഒരു സാധനം, ലോഗോ, ബെൻസിന്റെ ലോഗോ അംബാസഡറെ കൊണ്ട് വെച്ചാൽ അതൊരിക്കലും ബെൻസ് കാറാകത്തില്ല. അതുപോലെയുള്ളൂ നിങ്ങൾ ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് പറയുന്നത്. അപ്പൊ ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനമായിട്ട് ആ മുഴുവൻ വിശ്വാസവും അതിനനുസരിച്ച് മാറണം. അപ്പൊ ട്രിനിറ്റേറിയൻ ഫെയ്ത്തിൽ ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ളതാണ് മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ്. കാരണം ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് പറഞ്ഞ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. സണ്ണ്, ദ ലോഗോസ്, ദ വേർഡ്, വേർഡ് ബിക്കെയിം ഫ്ലഷ്. ഓക്കെ, അവിടെ നിർത്തി. വചനം മാംസമായി. എങ്ങനെയായി? വചനം മാംസമായി. ആരിൽ? മറിയത്തിൽ നിന്ന് ശരീരം ധരിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഈ ഇന്നലെ ഞങ്ങളുടെ സൂമിലെ ചർച്ചയിൽ പരിശുദ്ധ മറിയത്തെ പറ്റിയായിരുന്നു കൂടുതൽ സമയം ചർച്ച ചെയ്തത്. ഞങ്ങൾ ചർച്ച ചെയ്യുകയും അതിനകത്ത് ശീമോ നമസ്കാരം, നമ്മുടെ ബുധനാഴ്ചയിലെ ചൊന്നാൾ മറിയം പാട്ടുമൊക്കെ പാടി ചർച്ചയിൽ പങ്കെടുത്തവർക്കറിയാം. നിങ്ങൾ ഇത് നോക്ക്, ഇത് ശീമോ നമസ്കാരമാണ്. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾ നോക്കുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരുന്നതിനകത്ത് ഏറ്റവും പ്രൊമിനന്റ് ഫിഗർ മേരിയാണ്. മേരി ഇല്ലാതെ ഒന്നുമില്ല. കാരണം അതാണ് തിയോളജി. മറിയമില്ലാതെ ഒന്നും നടക്കത്തില്ല. കാരണം മനുഷ്യനും ദൈവവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന അവിടെയാണ്. ഇൻകാർണേഷൻ എന്ന റിയാലിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇത് ഈ മേരി എന്ന് പറഞ്ഞാൽ നമ്മളത് പറയുന്നത് ചുമ്മാ നമുക്ക് എന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യത്തിന്റെ ലബ്ധിക്ക് വേണ്ടിയല്ല. അത് തിയോളജിക്കലാണ്. തിയോളജിക്കലായിട്ടാണ് പറയുന്നത്. കാരണം തൃത്വവിശ്വാസം പറഞ്ഞു വരുമ്പം ദ സെക്കൻഡ് പേഴ്സൺ ഇൻ ദ ട്രിനിറ്റി, ഇറ്റേണൽ വേർഡ്, ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്, വചനം മാംസമായി തീർന്നു. ഇനി ചോദ്യം, യേശുക്രിസ്തു ആരായിരുന്നു? പെന്തക്കോസ്തുകാർക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. പെന്തക്കോസ്തുകാർക്കെന്നല്ല, ഒരുമാതിരിപ്പെട്ടവർക്ക് ഒന്നും ഉത്തരം പറയാൻ പറ്റത്തില്ല. അതിന് ഉത്തരം പറയാൻ സുറിയാനി സഭയിലെ വിശ്വാസികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഈ ഭൂമിയിൽ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് പേര് ക്രിസ്ത്യ വിശ്വാസമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കാതലായ ചോദ്യത്തിന്റെ മുമ്പിൽ അവരെന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും ആ ചോദ്യം, അല്ലെങ്കിൽ പുറംതിരിഞ്ഞ് നിൽക്കും. ആ ചോദ്യത്തെ അഡ്രസ് ചെയ്യത്തില്ല. ചോദ്യം യേശു ചോദിച്ച ചോദ്യം തന്നെ, ഞാൻ ആരാണ്? നിങ്ങൾ എന്നെ ആരായിട്ട് കാണുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ ചോദ്യത്തിന്റെ ഉത്തരം ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ധൈര്യത്തോടെ, മുഖപക്ഷമില്ലാതെ, വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ, ധീരതയോടെ ഒക്കെ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് പത്രോസ് അപ്പോസ്തലനാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ അത് തന്നെയാണ് സുറിയാനി സഭയും അതേ ഉത്തരമാണ് പറയുന്നത്. ശീമോനെ, നീ തന്നെ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തത്, നീയാണ് ഭാഗ്യവാൻ. അപ്പൊ എപ്പോഴാണ് ഇവരിൽ ദൈവത്വം ഉണ്ടായിരുന്നത്? അടുത്ത ചോദ്യമാണ്. പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ
ഒരു ഭ്രൂണമായി രൂപപ്പെടുമ്പോൾ അവനിൽ ദൈവത്വമുണ്ടായിരുന്നോ? മറിയത്തിന്റെ ഉദരത്തിൽ ഈ പിള്ള രൂപപ്പെട്ടപ്പോൾ അവനിൽ ദൈവത്വമുണ്ടായിരുന്നോ? താൻ ഗർഭവതിയായി എന്നറിഞ്ഞപ്പോൾ പരിശുദ്ധ മറിയം ചെയ്ത ആദ്യത്തെ പരിപാടി ഒരു 70 കിലോമീറ്റർ ദൂരെയുള്ള മലനാട്ടിൽ തന്റെ ചാർച്ചക്കാരത്തി എലിശബത്തെ കാണാൻ പോവാണ്. എലിശബത്തിനെ കണ്ട ഉടനെ, അന്ന് എലിശബത്തിന് 6 മാസം പ്രഗ്നന്റ് ആണ്. യോഹന്നാൻ സ്നാപകൻ. മേരി ജസ്റ്റ് പ്രഗ്നന്റ് ആണ്. മേരി എലിസബത്തും മീറ്റ് ചെയ്യുമ്പോൾ മറിയം അടുത്ത് നിന്ന് എലിസബത്തിനോട് സംസാരിക്കുമ്പോൾ എലിസബത്ത് പറയാണ്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള മാനം എനിക്ക് എങ്ങനെ ഉണ്ടായി? അപ്പൊ ഈ കർത്താവ് എവിടെയാണ്? മറിയത്തിന്റെ ഉദരത്തിലാണ്. അപ്പൊ മറിയത്തിന്റെ ഉദരത്തിൽ കിടക്കുമ്പോൾ ജനിച്ചിട്ടില്ല. ജനിക്കുന്നതിന് മുമ്പ് അവൻ കർത്താവാണെന്ന് എലിസബത്ത് പറയാണ്. അത് പ്രായമായ സ്ത്രീകൾക്ക് പിച്ചും പേയും പറയുന്ന സ്വഭാവം ഉണ്ടാവും. പിച്ചും പേയും പറഞ്ഞു. പക്ഷേ ലൂക്കോസിൽ എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം എടുത്ത് നോക്കുക, അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി വിളിച്ചു പറഞ്ഞു. അപ്പൊ ആരാ പറഞ്ഞത്? എലിസബത്ത് ആണോ പറഞ്ഞത്? ഈ വചനം മാത്രം, ബൈബിൾ മാത്രം എന്ന് പറഞ്ഞ് നടക്കുന്ന പെന്തക്കോസ്തുകാര് ഈ വാക്യമൊക്കെ വല്ലപ്പോഴും വായിക്കണം. ബ്ലസ്സിമോടെ വയറുവേനയൊക്കെ മാറുകൂടാ പോയി. ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ബ്ലസ്സിമോക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്ന് തെളിഞ്ഞതാ പറയുന്നത്. ജോക്കുട്ടൻ ക്വാറന്റൈനില്ല. ഇതൊക്കെയാണ് വിഷയം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാമത്തെ വാക്യം. മറിയയുടെ വന്ദനം എലിശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിശബത്തോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരബലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വന്നപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. ഇത് പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മ പൂരിതയായിട്ട് എലിസബത്ത് വിളിച്ചു പറഞ്ഞു, എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ കർത്താവിന്റെ അമ്മ. ഈ പുതിയ നിയമത്തിൽ കർത്താവ് എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ യഹോവയാണ്. തർജ്ജിമയുടെ വിഷയം. അല്ലെങ്കിൽ നിങ്ങൾ പുതിയ നിയമത്തിൽ യഹോവയെ കാണിച്ചു തരണം നിങ്ങളുടെ ബൈബിളിൽ. മനസ്സിലായോ? പുതിയ നിയമത്തിൽ പെന്തക്കോസ്തുകാർ ഉപയോഗിക്കുന്ന ഈ ബൈബിളിൽ പുതിയ നിയമത്തിൽ യഹോവ എവിടെ പോയി? ഒളിച്ചോടിപ്പോയോ? അതോ അവധിക്ക് പോയോ? അതോ രാജിവെച്ചോ? എന്റെ ദൈവത്തിന്റെ അമ്മ, അങ്ങനെയാണ് എലിസബത്ത് വിളിച്ചത്. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ കർത്താവിന്റെ അമ്മ. ഇപ്പൊ മറിയത്തിന്റെ ഉദരത്തിൽ ഉള്ള ഈ ശിശുവാണ് എന്റെ കർത്താവെന്ന് ആര് പറയുന്നു? തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ റൂഹ പറയുന്നു. ഇതാണ് ഈ അഡോറേഷൻ എന്ന് പറയുന്നത്. ട്രിനിറ്റേറിയൻ അഡോറേഷൻ. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. ഫാദർ പറയാണ്, ഈസ് മൈ ബിലവഡ്, ഇവൻ എന്റെ പ്രിയപുത്രൻ. സണ്ണ് പറയാണ്, എന്റെ പിതാവ്. അപ്പൊ പരിശുദ്ധാത്മ പറയാണ്, എന്റെ കർത്താവ്. പിതാവ് പുത്രനെ വിളിക്കാണ്, എന്റെ ദൈവമേ. പുത്രൻ പിതാവിനെ വിളിക്കാണ്, എന്റെ ദൈവമേ. ട്രിനിറ്ററിൽ ഇതെല്ലാം ബൈബിളിൽ നിന്ന് വാക്യം കേട്ടോ. കാരണം ഈ വാക്യരോഗികളുള്ളതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും, വാക്യരോഗം ബാധിച്ച ആളുകൾ നമ്മളെ കേൾക്കുന്നതുകൊണ്ടാണ് വാക്യരോഗികൾക്ക് വേണ്ടി ഞാൻ വാക്യം ഉദ്ധരിക്കുന്നത്. ഇവിടെ പറയാണ്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള മാൻ. അപ്പൊ ഈ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇത് ആരുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്? ഇത് എലിസബത്തിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. എലിസബത്ത് വാസ് എൻലൈറ്റൻഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, എംപവേർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അഥവാ ഹോളി സ്പിരിറ്റ് സ്പോക്കൺ ത്രൂ എലിസബത്ത്. പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ സംസാരിച്ചു. അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടേ.
ഇത് പെന്തക്കോസ്തുകാരുടെ ബൈബിൾ ഈ വാക്യം ഉണ്ടോ, അധ്യായം ഉണ്ടോ? നിങ്ങളെല്ലാം എടുത്ത് നോക്കണം. പെന്തക്കോസ്തുകാരുടെ ബൈബിൾ നോക്കണം കേട്ടോ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം എടുത്തിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്ന് പറഞ്ഞതിന് വേറെ വല്ല അർത്ഥമുണ്ടോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട് ഇപ്പൊ ഈ പെന്തക്കോസിലെ പെണ്ണുങ്ങൾ പിച്ചും പേയും പറയുന്ന അങ്ങനത്തെ പ്രവചനം അല്ല ഇത്. എന്തുമാത്രം പ്രവചന! കാരണം ഇവർ ഈ സ്റ്റാൻഡേർഡിലാണ് ഇത് കാണുന്നത്. അവര് കൂടോത്രം ചെയ്തെന്നും നിനക്ക് കൈവശം തന്നെന്നും നിന്റെ മുട്ടുവേദന മാറാത്ത അതുകൊണ്ടാണെന്നും ഒരു പോരാട്ടം ഞാൻ കാണുന്നുണ്ടെന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് പരിശുദ്ധാത്മ പറഞ്ഞത് പെന്തക്കോസ്തുകാർ മനസ്സിലാക്കുന്നത്. പരിശുദ്ധാത്മാവിനൊക്കെ എത്രയോ തുച്ഛീകരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടണം. കോട്ടയം ഭാഗത്തുള്ള ഒരു കൾട്ട് ഗ്രൂപ്പ് ഇപ്പൊ സൗദിയിൽ ചെന്നിട്ട് അതിന്റെ ഒരു ലീഡർ ഇപ്പൊ ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞ അവിടെ ഒരു മീറ്റിംഗ് നടത്തി. മീറ്റിംഗ് പകുതിയായി കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു കഥകെല്ലാം അടയ്ക്കാൻ പറഞ്ഞു. കഥകെല്ലാം അടച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമ്മൾ ഒരു വലിയ ബിൽഡിംഗ് പണിയാൻ പോവാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാം ഒരു പിരിവ് തരണം. നിങ്ങൾ ഇപ്പോൾ തന്നെ പേപ്പറിൽ അത് എഴുതി ഇവിടെ തരണം, ഇത്ര രൂപ തരും. എന്നിട്ട് പിരിവിനുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. സൺഡേ സ്കൂൾ പിള്ളേരെല്ലാം 1,00,000 രൂപ വെച്ചതാണ്. മനസ്സിലായോ? സൗദിയിൽ മതസ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെ പോയി ചെറിയൊരു ക്ലബ്ബ് ഉണ്ടാക്കി അവിടെ പറയുക പിള്ളേര് 1,00,000 രൂപ. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിള്ളേർ എല്ലാ ദിവസവും അപ്പനോടും അമ്മയോടും വന്ന് ഓരോ റിയാൽ മേടിച്ച് ഒരു പെട്ടിയിലിട്ട് വെക്കണം. ഒരു റിയാൽ എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. ഇപ്പോൾ 7 ദിവസം മേടിക്കുമ്പോൾ 140 രൂപയാവും. അങ്ങനെ കളക്ട് ചെയ്ത് 1,00,000 രൂപയാക്കി മാമന്റെ കൈ കൊണ്ട് തരണം. അപ്പം മോമൻ എന്ത് ചെയ്യും? മാമൻ അതുകൊണ്ട് പാപ്പം തിന്നും. മാമൻ മോൻ ഒരു പാട്ട് പാടി കേൾപ്പിക്കും. എങ്ങനെയുണ്ട് മാമന്റെ ബുദ്ധി? ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മ പൂരിതയായിട്ട് എലിസബത്ത് വിളിച്ചു പറഞ്ഞു, ഹോളി സ്പിരിറ്റ് എലിസബത്തിലൂടെ വിളിച്ചു പറഞ്ഞ വിശ്വാസ സത്യമാണ് എഫേസോസ് ഉന്നതോസിൽ ഉറപ്പിച്ചത്. മറിയം സംശയം കൂടാതെ ദൈവമാതാവ്. മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എന്നെല്ലാം ഇപ്പോഴും പ്രസംഗിച്ചു. ഇതാണ് ട്രൂത്ത് ചർച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സുന്നതദോസുകളെ പഠിക്കുന്നതും സുന്നതദോസുകളിലേക്ക് വരുന്നതും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. തുബ്ദേനെ വായിക്കുമ്പം 4-ാം ദിയാഫ്തുക്കോ ബാറക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. പരിശുദ്ധ കന്യക മറിയാമിനെ സഭ ഓർക്കുകയാണ്. ഓർക്കുമ്പോൾ ഇങ്ങനെയാണോ പറയുന്നത്? ബാർക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. ഇനിയിപ്പം ആർക്കും മിസ്റ്റേക്ക് വരരുത്, എങ്ങനെ കന്യക മറിയാമിന്റെ വിശേഷണങ്ങൾ കൊടുത്തിരിക്കുന്നു. പ്രസംഗക്കാരെയും സ്ലീഹന്മാരെയും ഏവങ്കരിസ്തന്മാരെയും സഹദേവന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ മോർ യോഹന മാംദാനെയും ഷമ്മാശന്മാരി പ്രധാനിയും സഹദേവന്മാരിൽ മുമ്പനും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലൂസിനെയും നമ്മുടെ കാൽപിതാവായ മോർ തോമാസ് ലീഗയെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ആരോടാ പ്രാർത്ഥിക്കുന്നത്? കർത്താവിനോടാണ്. പെന്തക്കോസ്ത് കുഴികളിൽ പെട്ട് കിടക്കുന്ന മക്കളെ മനസ്സിലാക്കണം. സഭയുടെ വിശ്വാസം പെർഫെക്റ്റ് ആണ്. ഇവിടെ പറയാണ് പരിശുദ്ധ മറിയത്തെ ഓർക്കുന്നത് 4-ാം തുബ്ദേനിലാണ്, 4-ാം ദിയാഫ്തുക്കോ എന്നാണ് പറയുന്നത്. അപ്പൊ 4-ാം ദിയാഫ്തുക്കോയിൽ പറയുകയാണ്, ഇങ്ങനെയാണ് വായിക്കുന്നത്: ബാർക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു.
അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരെയും സ്ലീഹന്മാരെയും ഏവങ്കലിസ്തന്മാരെയും സഹദേന്മാരെയും ഔദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാന്റെ മുന്നോട്ടക്കാരനും മോർ യൂഹാനൻ മാംദാനെയും ശമാശമാരി പ്രധാനിയും സഹദേന്മാരി മുമ്പനും പരിശുദ്ധനും മഹത്വമുള്ളവനായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരി തലവനായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലൂസിനെയും നമ്മുടെ കാവൽ പിതാവായ മാർ തോമാസ് ലീഹായും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അടുത്ത അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സഭ കർത്താവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതൊരു ഫെലോഷിപ്പാണ്, കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് ആണ്. ഫെയ്ത്ത് വളരെ പെർഫെക്റ്റ് ആണ്. ഇത് നീ പറയുന്ന പോലെ ഇരുന്ന് വെച്ച് അബദ്ധം പറയില്ലേ? അടുത്തത്, വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർ കുറിലോസും. സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രീസ് മോർ സെവോറിയോസും. വിശ്വാസത്തോട് മറിയം സംശയം കൂടാതെ ദൈവമാതാവ്, മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിന്റെ ദൈവത്വം അവിടെ ഉറയ്ക്കുന്നു. അല്ല നിങ്ങൾ ഈ പറയുന്ന പോലെ യേശുക്രിസ്തു മായക്കാഴ്ചയായിരുന്നെന്നോ ഇതൊന്നും പറഞ്ഞിട്ടൊരു ആവശ്യമില്ല. ഇൻകാർണേഷൻ എന്ന യാഥാർത്ഥ്യം, ദൈവം മനുഷ്യനായി തീർന്നു, ദൈവം ശരീരമായി തീർന്നത് മറിയത്തിൽ നിന്നാണ്. ആ മറിയത്തിനെ ആ സദ്വർത്തമാനം അറിഞ്ഞതിന് ശേഷം ആദ്യമായി അഭിസംബോധന ചെയ്യുന്നത് ഏലിശബത്താണ്. ആ ഏലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട് മറിയത്തെ വിളിച്ചു എന്റെ കർത്താവിന്റെ അമ്മ. ആ സത്യവിശ്വാസത്തെയാണ് എഫേസോസ് കൗൺസിലിൽ വീണ്ടും ആവർത്തിച്ചുറപ്പിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ നിക്കായിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ 3 പുണ്യപ്പെട്ട പൊതു സുന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന വിശുദ്ധന്മാരെയും മൽപ്പാന്മാരെയും നീതിമാന്മാരെയും എല്ലാം ഓർക്കുന്നത്. ഇതാണ് ട്രൂ ചർച്ച്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പെന്തക്കോസ്ത് സുഹൃത്തുക്കൾ ആ പഴയ സൈക്കിൾ, ഹെർക്കുലീസിന്റെ സൈക്കിളാണ്, അത് ഓടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യം കൊണ്ട് പെന്തക്കോസ്തുകാർ ഇത് അംഗീകരിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. പൂർണ്ണമായും നിക്യ സുന്നകദോസിലെ ഈ വിശ്വാസ പ്രമാണം പെന്തക്കോസ്ത് സഭകളും പെന്തക്കോസ്തുകാരും അംഗീകരിക്കുന്നു. എന്നാൽ ഇത് ഈ പറയുന്ന ചൊല്ലുന്നത് പ്രാവർത്തിക തലത്തിലേക്ക് വരാതെ അത് ചൊല്ലുന്നതിൽ അർത്ഥമില്ല എന്നത് കൊണ്ട് മാത്രമേ ഉള്ളൂ ഇത് എല്ലാ ഞായറാഴ്ചയും ഉപയോഗിക്കാതിരിക്കുന്നു എന്നതാണ് എൻ്റെ ഒരു ചിന്ത. ജെസ് പാണ്ഡ്രാഡ്ബാസിന്റെ വീഡിയോ സ്റ്റക്കാണ്. ഓക്കെ, ഞാൻ എന്തായാലും റോബിൻ ബ്രദറിലേക്ക് പോവാണ്. കാരണം ഈ ഒരു പ്രശ്നം, ഈ ഒരു സമീപകാലത്തുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം ഉയർന്നു വരുന്ന സമയത്ത് പ്രധാനമായിട്ട് നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഐക്യത എന്ന് പറയുന്ന ഒരു ഘടകം പെന്തക്കോസ്ത് പ്രതികരണങ്ങളിൽ പലപ്പോഴും കണ്ടിട്ടില്ല. കാരണം നമ്മള് നിശ്ചയമായിട്ടും ഡോക്ടർ ഇജി തരകം പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റൊരു ചർച്ചയിൽ ഏർപ്പെട്ടപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, അനുഭവങ്ങൾക്കാണ് പെന്തക്കോസ്ത് സമൂഹം വളരെ പ്രാധാന്യം നൽകുന്നത്. അപ്പം ആ വിശ്വാസത്തിന്റെ പ്രാക്ടീസിന് വലിയ ഊന്നൽ കൊടുത്തുകൊണ്ട് ആ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഒരു ശ്രദ്ധ പെന്തക്കോസ്ത് സമൂഹം ചെലുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സമീപകാലത്തായിട്ട് നടന്നിട്ടുള്ള വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകളും ഇത് കുറേയും കൂടി ജനത്തെ പഠിപ്പിക്കുകയും അവരുടെ ഹൃദയത്തിൽ പതിക്കത്തക്ക നിലയിൽ, കാരണം ഈ ഒരു കാര്യം നിരന്തരം ആവർത്തിച്ച് എല്ലാ ആരാധനയുടെ മധ്യത്തിൽ ഇപ്പൊ നമ്മൾ സങ്കീർത്തനം വായിക്കാറുണ്ട്. ആ സങ്കീർത്തനം വായിക്കുന്നത് പോലെ ഇത് ചൊല്ലുന്ന നിലവാരത്തിലേക്ക് തന്നെ ഒരു ആവശ്യകതയുണ്ട് എന്നൊരു ചിന്ത മുന്നോട്ട് പറഞ്ഞാൽ റോബിൻ ബ്രദറിന്റെ അതിനോടുള്ള ഒരു പ്രതികരണം എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് സഭായോഗത്തിനിടക്ക് സങ്കീർത്തനം വായിക്കുന്നത് പോലെ ഈ നിക്കാക്രീഡ് ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം ഇത് പൈതൃകമായിട്ട് കൈമാറി വന്ന ഒരു വിശ്വാസ പ്രമാണമാണ്. കാരണം ഇന്നിപ്പോ നമ്മള് എപ്പിസ്കോപ്പൽ സഭയിലുള്ള ഏതെങ്കിലും ഒരു കൊച്ചുകൂടെ പോലും ചോദിച്ചാലും അവരിത് കാണാപ്പാടം പറയും. പക്ഷെ നമ്മുടെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. ഇന്നിപ്പോ നിത്യവിശ്വാസ പ്രമാണം അറിയാത്ത ഒത്തിരി ആൾക്കാരോട് നമ്മുടെ ഇടയിലുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഇതില് നമ്മുടെ സഭാ നേതൃത്വത്തിന് ഒരു പങ്ക് ഇല്ലായില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ, ഈ ഉപദേശപരമായ വിഷയങ്ങൾ, ഇപ്പൊ ട്രിനിറ്റിയെ സംബന്ധിച്ച് ഇത്രയും
പ്രശ്നങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടും നമ്മുടെ നേതൃത്വത്തിൽ നിന്ന് ഒരാൾ പോലും ഇതിനെതിരെ ചൊല്ലാൻ തീരുമാനിച്ചോ. ഇനിയിപ്പോ എന്തെല്ലാം കാണേണ്ടി വരുമോ ആവോ. ഈ പരുവത്തിലായിട്ടുണ്ട്. ബാക്കി കൂടെ നമുക്ക് ശരിയാക്കാം. ഇപ്പൊ നമുക്ക് ഇത്രേ ഉള്ളൂ. ചെറിയ സ്ക്രൂ ഡ്രൈവർ വേണോ? ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്ത് ആ ഡെനീഷിനെ കൊടുക്കുക. അവൻ എല്ലാം ശരിയാക്കി തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.